ഒറ്റയ്ക്കായി പോയിന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്നാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഒറ്റയ്ക്കാവുന്നത് നല്ലതാണ്. തനിച്ച് കടയിൽ പോയിരുന്ന് എന്തേലും ഒക്കെ മേടിച്ച് കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും ഇറ്റ്സ് വേറൊരു ഫീലാണ് ഗൈസ്. ഈ ഡയലോഗടിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന്. എന്റെ പൊന്ന് ഗൈസ്, എന്റെ ചേച്ചി വരാന്ന് പറഞ്ഞു എന്നെ പോസ്റ്റ് എടുപ്പിച്ച് അവിടെ നിർത്തിയേക്കുമായിരുന്നു. പിന്നെ കുറെ നേരം നോക്കി നിന്നിട്ടും വരാത്തോണ്ട് നേരെ പോയി ഒരു ലോട്ടറി കടയിൽ നിന്ന് ലോട്ടറി ഒക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ദേ ആളിങ്ങെത്തി. ഇതെന്താ ഇവിടെ പതിവില്ലാതെ ഒരു ആളും ബഹളവും? ഇന്നിവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. സംഭവം ഇന്നാണ് നമ്മുടെ കൊച്ചിന്റെ ബർത്ത്ഡേ. അപ്പൊ നമുക്ക് കേക്ക് വാങ്ങണമായിരുന്നു. അങ്ങനെ കേക്ക് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ആറ്റിങ്ങല് കേക്ക് വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നേ. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നല്ലൊരെണ്ണം നോക്കി എടുത്ത് പിന്നെ വീട്ടിൽ വന്ന് എല്ലാരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തങ്ങ് കഴിച്ചു. അയാനൊക്കെയാണെങ്കിൽ ഈ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് 2 ദിവസം മുന്നേ തുടങ്ങിയതാണ് വീട്ടിൽ കേക്ക് വാങ്ങണം എന്ന്. ഈ ഒരു ചോക്ലേറ്റിന്റെ സ്റ്റിക്ക് നൈസിന് അവളുടെ അടിച്ചു മാറ്റി ഒന്ന് കഴിച്ചു നോക്കിയേ. ഓ, എന്തൊരു മധുരമാണ്. പിന്നെ ഒരു വലിയ പീസ് ഒക്കെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നേ. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടുവന്ന് കാറിൽ ഒളിപ്പിച്ച ആ ഗിഫ്റ്റ് ഒക്കെ ഇന്നെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ പൊട്ടിച്ച് നോക്കുന്നുണ്ടായിരുന്നേ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ. എന്തായാലും ഞങ്ങൾ എല്ലാരും ഒത്തിരി ഹാപ്പിയാണ്. അപ്പൊ പോയിട്ട് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ഫ്രം ട്രൂലി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ.